ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാൾ കൂടിയാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇത്രയും നാൾ ഞാൻ ഷോർട്ട് വീഡിയോസായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലോങ് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും അതിന് വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ ഇടാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം സന്ദർഭങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു കുറച്ച് നാളായിട്ട്. അതുകൊണ്ടിട്ട് ഞാനപ്പോൾ ഷോർട്ട് വീഡിയോസിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ ലോങ് വീഡിയോസ് ഇടണ്ട അങ്ങനെ ഒരു തീരുമാനത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു ഒരു വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഇന്നത്തെ ഒരു ഈവനിങ് റൊട്ടീൻ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. അതൊരു വീഡിയോ ആക്കി എടുക്കാം. പറ്റുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണേ. വൈകുന്നേരം പതിവ് പോലെ ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കൺമണിയും കൂടി എഴുന്നേറ്റ് കൺമണി എന്ന് പറയുന്ന മോളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അവളുമായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുകയാണേ. അപ്പോൾ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ വീടൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുകയാണ്. അപ്പോൾ അവൾക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആണ് പിന്നെ ഞാൻ ഈ ക്ലീനിങ്ങിന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ക്ലീൻ ചെയ്തൊക്കെ ഇടുമ്പോഴത്തേക്കും മോൻ വരുമ്പോൾ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചായ അവന് ഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നോക്കണമല്ലോ എന്ന് വെച്ചിട്ട് അവൻ വന്നതിന് മുമ്പ് എല്ലാ പണികളും തീർത്ത് വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന കുറച്ച് ക്ലീനിങ് ആട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോസിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണേന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നിട്ട് ഹാളിൽ നമ്മുടെ ലിവിങ് റൂം ഒന്ന് നീറ്റാക്കി ഇടാം കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ മുകളിലൊക്കെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് ഒരാഴ്ചക്കുള്ളിലൊക്കെ ഇങ്ങനെ പൊടി പിടിക്കും കേട്ടോ. സാധാരണ എപ്പോഴും തുടച്ചൊക്കെ ഇടുന്നതാണെങ്കിലും ഒരാഴ്ചയുടെ അടുത്ത് തുടച്ചില്ലെങ്കിൽ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു കസേരയൊക്കെ ഇട്ട് കയറി നിന്നിട്ട് മുകളിലുള്ള ഓരോ സാധനങ്ങളെയും തുടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഭാഗങ്ങളാണല്ലോ ഇതൊക്കെ. അതുകൊണ്ടിട്ട് അവിടെയൊക്കെ പൊടിയൊക്കെ മാറ്റി വെക്കുമ്പോഴത്തേക്കാണ് ഒരു ഭംഗി, നമുക്കൊരു വൃത്തിയും തോന്നാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കംഫർട്ടിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ഈ നല്ലൊരു മണം ഫീൽ ചെയ്യാനായിട്ട് ഈ കർട്ടനും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എപ്പോഴും നമുക്കെടുത്ത് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു ഫ്രഷ് സ്മെല്ല് എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ കിടന്ന ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് അറേഞ്ച് ചെയ്തിടുകയാണേ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇനി കിടക്കുന്ന സമയത്തല്ലേ ബെഡ്റൂമിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അതൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ട് പുറത്തേക്ക് പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ അതാണ് വന്ന് ചെയ്യണതേ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ബെഡ്റൂം ആണെങ്കിലും മറ്റുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് സന്തോഷം. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരി കിടക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഒന്നാമത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ ഗസ്റ്റോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവർ കാണുമ്പോഴത്തേക്കും എന്ത് വിചാരിക്കും, ഇത്രയും നല്ല വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതെന്താ വീടിങ്ങനെ സൂക്ഷിക്കാതിട്ടേന്ന് നമ്മൾ മോശം പറയില്ലേ. അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ. അതുകൊണ്ടിട്ട് എപ്പോഴും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. ആ സമയത്ത് കണ്ണൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അവന് ചായയെ കൊടുത്ത് ഞങ്ങൾ ചായയെ കുടിച്ചിട്ട് ആ സമയത്ത് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ലോ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇവിടെ അമ്മ ഇവിടെയാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ചതാ എനിക്ക് 6 മണിക്ക് ട്യൂഷനുണ്ട്. ഞാൻ ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കാം. എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് തന്നെയാണ്. അപ്പോൾ ഇവർ 2 ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ 2 പേരെ ഒരുമിച്ചിരുത്തി ട്യൂഷൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ പേര് റോസു എന്നാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ എടുത്തപ്പോൾ പറയാൻ മറന്നുപോയി. അപ്പോൾ അവർ 2 പേരെ എഴുതിയിട്ട് ട്യൂഷൻ എടുത്തുകൊണ്ട് ആ സമയത്ത് കൺമണി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വന്ന് പഠിക്കാനായിട്ട്. അപ്പോൾ ഇവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവളെ മാറ്റിയിരുത്തി ഞാനിങ്ങനെ ബുക്കൊക്കെ ആയിട്ട് അവളുടെ കൂടെയും കുറച്ച് നേരം പോയിരുന്ന് വരച്ചൊക്കെ കൊടുക്കും. അങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞിട്ട് ആനേനെ വരച്ചോണ്ട് വെറുതെ ഇങ്ങനെ കുത്തി വരച്ച് കാണിക്കും ആനയാണ്. അപ്പോൾ എന്നെ വരച്ച് കൊണ്ടുവന്ന് കാണിക്കാൻ വന്നിരിക്കുക. ഓരോന്ന് വരച്ചിട്ട് പശു, ആന എന്നൊക്കെ പറഞ്ഞിട്ട്. ട്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ വന്ന് ജനലൊക്കെ അടക്കുകയാണ്. ഭയങ്കര കൊതുക്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ജനൽ അടക്കണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ നടക്കാറില്ല. ആ സമയം കൊണ്ട് കൊതുക് എല്ലാം അകത്ത് കയറി കഴിയുമ്പോഴായിരിക്കും ഞാൻ ജനൽ അടക്കണ കാര്യം ഓർക്കുക. പിന്നെ കൊതുകിനെ വേറെ എന്തെങ്കിലും രീതിയിൽ പുറത്താക്കാമല്ലോ എന്ന ഒരു സമാധാനത്തിൽ വന്നിട്ട് ജനലങ്ങടെ അടക്കാട്ടാ. ഇവിടെയൊക്കെ ഭയങ്കര കൊതുകാണിപ്പോൾ. ഈ സന്ധ്യ ആകുമ്പോഴത്തേക്കും നല്ല കൊതുകാണ്. രാത്രി ആകുമ്പോഴത്തേക്കും പിന്നെ ഈ അകത്ത് കയറിയ കൊതുകിനെ കൊണ്ട് നല്ല ശല്യമാണ്. അത് കഴിഞ്ഞതാ ഏട്ടനപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഏട്ടൻ വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കല അടുത്ത പണി. എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമല്ലോ. ഇവർ ഏട്ടൻ വരാൻ വെയിറ്റ് ചെയ്യും. നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഞങ്ങളിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും ആട്ടോ രാത്രി. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. സാധാരണ ഞങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടാണ് ഞാനും ഏട്ടനും കഴിക്കുക. അപ്പോൾ ഇന്നിപ്പം ചപ്പാത്തി ആയതുകൊണ്ട് 2 പേരും കഴിച്ചോളാന്ന് പറഞ്ഞ് അങ്ങനെ അടുത്തിരുന്ന് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇരുത്തി ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ.
കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, രണ്ടാളും നല്ല ഡീസൻ്റ് ആയിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. നല്ല സാധാരണ ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണനെ കൊണ്ടല്ല, കൺമണീനെ കൊണ്ട് കുറേ കഷ്ടപ്പെടുത്ത ഭക്ഷണം കഴിക്കൽ. ഇന്നിപ്പോൾ അതാ എന്തോ വീഡിയോ എടുക്കണം അവൾക്ക് മനസ്സിലായിട്ടാണോ അതോ എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ വീഡിയോയ്ക്ക് കറക്റ്റായിട്ടൊന്ന് ഇരുന്ന് തന്നതാണോ എന്താണെന്നറിയില്ല, ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിച്ച് നല്ല കുട്ടിയായിരുന്നു കേട്ടോ ഇന്ന് കൺമണി. അതും കഴിഞ്ഞിട്ട് ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഒന്ന് ക്ലീനിങ് ആണേ. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക, അടുക്കളയിൽ നിന്ന് ക്ലീൻ ആക്കുക. അതോടെ എൻ്റെ രാത്രിയിലത്തെ ജോലികളെല്ലാം ഒരുവിധം കഴിയും. പിന്നെ എനിക്കിന്ന് കുറച്ച് തുണി ഉണ്ടായിരുന്നു അലക്കിയത്, അത് വിരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഈ രണ്ടെണ്ണം കൂടി ഞാൻ വിരിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും തന്നെ എൻ്റെ കൂടെ വരും. അപ്പോൾ ഏട്ടനില്ലാണ്ട് ഇവരുമായിട്ട് മുകളിൽ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനപ്പോൾ തുണി ഏട്ടൻ വന്നിട്ട് വിരിക്കാമെന്ന് ഓർത്തിട്ട് വെച്ചിരുന്നതാട്ടോ. അപ്പോൾ അതാ തുണി വിരിക്കാനായിട്ട് വന്ന് എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ പാത്രം കഴുകലും ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ഒരുവിധം നനച്ച് വാരിയാ വരാം. ഇനി ഞാനും കൺമണിയും കണ്ണൻ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കണേ. അതുകൊണ്ട് ഇനി ഞങ്ങളും കുളിച്ച് പിന്നെ ഇനി കടന്നാൽ മതി. അങ്ങനെ ഒരുവിധം എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഇനി രാത്രി ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വന്നാൽ ഇവർക്ക് കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. സൈക്കിള്, ബോള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമായിട്ട് രണ്ടുപേരും കുറച്ച് നേരം ഇനി കളിച്ചോളും. അധിക സമയം നിൽക്കാനായിട്ട് ഉണ്ടായില്ല. പിറ്റേ ദിവസം കണ്ണൻ സ്കൂളും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് നേരത്തെ കിടന്നാലേ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താഴെ വന്നിട്ട് ഇതാ ഞാൻ വേഗം കൺമണീനെ മേലായി കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മേലെഴുതാൻ പോകണം. ആ സമയത്തേക്ക് ഇതാ രണ്ടുപേരെ ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് രണ്ടാളെ അങ്ങോട്ട് കൈമാറുകയാണ്. ഇത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ കയ്യിലല്ലേ. ഇനിയിപ്പോൾ ഏട്ടൻ വന്നു കഴിയുമ്പോൾ ഏട്ടനെ കൈമാറിയിട്ട് ഞാൻ ഇനി കുളിച്ച് വരാണേ. ഇനി വേഗം തന്നെ കുളിച്ചൊക്കെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി കിടക്കാൻ പോകാം കേട്ടോ. എന്ന് വെച്ചാൽ ദൈവത്തിനോട് ഒരു താങ്ക്സ് പറയണമല്ലോ. നമുക്ക് ഈ ദിവസവും നീട്ടി തന്നു, ഈ ദിവസവും തന്ന അനുഗ്രഹത്തിനും എല്ലാത്തിനും ദൈവത്തിനോടൊന്ന് നന്ദി പറഞ്ഞ് ഇനി കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസത്തെ വൈകുന്നേരം. ഇങ്ങനെയൊക്കെ തന്നെയാണ് കടന്നു പോകുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയല്ല, എന്നാൽ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. ഇനിയും വരുന്ന വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.